ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും ഗംഗാവലി പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തും. പുഴയിൽ അടിഞ്ഞ ചെളിയും മണ്ണും നീക്കി തിരച്ചിൽ നടത്താനും ആലോചനയുണ്ട്. ആനന്ദ് പുത്തൂർ, പിന്നാലെ അരുൺ ആലത്തൂർ ചേരും. ആനന്ദ് പുത്തൂർ, ഇതൊരു വലിയ പരീക്ഷണമായി മാറുന്നു. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ വീട്ടുകാർ പലരും, ഈ പേര് കേട്ടിട്ടില്ലാത്തവർ, അർജുൻ എന്നുള്ള പേര് കഴിഞ്ഞ 11-12 ദിവസങ്ങളായി കേൾക്കുന്നവർ, ആ കുട്ടി ഇപ്പോഴും ആ ലോറിക്കുള്ളിലുണ്ടോ, എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് കാത്തിരിക്കുന്നു. പക്ഷേ പ്രകൃതിയുടെ ആ ഒരു വലിയ വെല്ലുവിളിക്ക് മുന്നിൽ മനുഷ്യൻ, അവിടെ ഇപ്പോൾ എത്താത്ത ഒരു ടെക്നോളജിയുമില്ല, ഒരു യന്ത്ര സംവിധാനവുമില്ല. മണ്ണിനടിയിലേക്ക് ആണ്ടിറങ്ങി അവിടെ കിടക്കുന്ന സംഗതികൾ കണ്ടെത്താൻ പറ്റുന്ന ഉപകരണങ്ങൾ, വെള്ളത്തിനടിയിലുള്ളത് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങൾ, ഡ്രോൺ ഉപയോഗിച്ച് ഏറ്റവും അടുത്തെത്തിച്ചുള്ള സ്കാനർ, ഇതെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞിട്ടും ആ കുട്ടി, ആ യുവാവ് ജീവനോടെയുണ്ടോ, ഉണ്ടെങ്കിൽ അതിനുള്ളിലുണ്ടോ എന്നുപോലും അറിയാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥയാണോ അവിടെ നിന്ന് ഇന്ന് പറയാൻ കഴിയുന്നത്. ഒരു ഞായറാഴ്ച പുലർച്ചെ നിരാശ ഉണർത്തുന്ന വാചകങ്ങളല്ല പറയുന്നത്, എങ്കിൽ പോലും ഈ കാത്തിരിപ്പിൻ്റെ ഒരു അന്തിമ ഫലം, അതിൽ ശുഭസൂചകമായി എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? പ്രദീപ് സൂചിപ്പിച്ച പോലെ തന്നെയാണ്. അതായത് ഇന്ന് ഈ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒട്ടുമിക്ക സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഡ്രോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2024 മെയ് മാസത്തിൽ സേന പരിശീലന പറക്കൽ നടത്തിയ ഐബോർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് അവസാന തിരച്ചിലടക്കം നടത്തിയത്. അപ്പോൾ എത്രത്തോളം അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് അതിൽ നിന്ന് മാത്രം മനസ്സിലാവും. സ്വാഭാവികമായും ഈ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ ഭയങ്കര ഒരു അന്തരമുണ്ട് എന്ന് വേണ്ടി വരും നമുക്ക് പറയാൻ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളടക്കം 12 ദിവസങ്ങളായിക്കൊണ്ട് അർജുനെ കണ്ടിട്ടില്ല. അർജുൻ എവിടെയാണെന്ന് നമുക്കറിയില്ല. അർജുന്റെ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പൂർണ്ണമായും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. പ്രത്യേകിച്ച് ഇന്ദ്രപാൽ സാർ അടക്കം സാധ്യതകളാണ്, ശക്തമായിട്ടുള്ള ഊഹങ്ങളാണ്. ഈ ഡ്രോണിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വഴിയുള്ള ഡാറ്റകൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഊഹങ്ങളാണ്. അതിൽ തന്നെ 4 സ്പോട്ടുകളാണ് ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 2 സ്പോട്ടുകൾ ദുർബലമാണ്. ഇനിയുള്ളത് സ്പോട്ട് നമ്പർ 3, സ്പോട്ട് നമ്പർ 4 എന്ന് പറയുന്നതാണ്. അതിൽ ഏറ്റവും സാധ്യത ഉള്ളതെന്ന് പറയുന്നത് ഈ സ്പോട്ട് നമ്പർ 3-ലും 4-ലുമാണ്. അതിൽ തന്നെ ഈ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, കൂടുതൽ കേന്ദ്രീകരിക്കാൻ ഉള്ളത് ഈ സ്പോട്ട് നമ്പർ 3-ലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അടക്കം സ്പോട്ട് നമ്പർ 4-ലും ഈ 3-നും തന്നെയാണ് പരിശോധന നടത്തിയിരുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും മനുഷ്യസാധ്യമായ ആളുകൾക്ക് അതിലേക്ക് ഇറങ്ങിക്കൊണ്ട് നീന്തിക്കൊണ്ട് മുങ്ങൽ വിദഗ്ധർക്ക് അടക്കം പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഈ ഔദ്യോഗികമായ സംവിധാനങ്ങൾ പറയുന്നത് ഈ 1.5 നോട്ട്സ് വഴിയാണ് ഏതാണ്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതായത് നേവിക്ക് അടക്കം വളരെ സുരക്ഷിതമായി കൊണ്ടുതന്നെ ഡൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറയുന്നത് 1.5 നോട്ട്സാണ് പുഴയുടെ ഒഴുക്ക്. പക്ഷേ ഈ പ്രദേശത്ത്, അതായത് ഈ സ്പോട്ട് 3-ലും ഈ സ്പോട്ട് 4-ലും ഗംഗാവലി പുഴയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 6 മുതൽ 7 നോട്ട്സ് വരെയാണ്. അതുകൊണ്ട് തന്നെ ഈ നേവിക്ക് ഔദ്യോഗികമായിട്ടുള്ള അനുമതി ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജീവൻ അപകടപ്പെടുത്തിയിട്ടുള്ള ഓപ്പറേഷനുകൾക്ക് സ്വാഭാവികമായും, കാരണം അമാനുഷികത എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അനുമതി അവർക്ക് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് പരമാവധി 1.5 മുതൽ 3 നോട്ട്സ് വരെ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ 3.5 നോട്ട്സ് ഒഴുക്കിൽ വരെ റിസ്ക് എടുത്തുകൊണ്ട് അത്തരത്തിൽ ഓപ്പറേഷൻ നടത്താനുള്ള ഒരു അനുമതിയുണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യന് നീന്താൻ സാധിക്കില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി അവിടുത്തെ നേവി ഉദ്യോഗസ്ഥർക്ക്, അതായത് ഡീപ് ഡൈവേഴ്സിന്, ഏറ്റവും മികച്ച ഡീപ് ഡൈവേഴ്സ് തന്നെയാണ് അവിടെ ഉള്ളത് നേവിയുടെ. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സമ്മതം കൊടുക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ആ കാലാവസ്ഥ തന്നെയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തൊഴുക്ക് തന്നെയാണ്. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം മിടുക്കനായ ഇത്തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. മത്സ്യത്തൊഴിലാളിയാണ് അദ്ദേഹം. നിരവധി ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് പരിചയമുള്ള വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവ സമ്പത്ത് കൂടെ പരിശോധിക്കാം എന്നുള്ള ഒരു കണക്കിൽ തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ കണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇന്നലെ അവിടെ നടത്തിയത്. പ്രത്യേകിച്ച് ഏകദേശം 9 തവണയോളം അദ്ദേഹം ഡൈവ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിൽ ഒരു തവണ അദ്ദേഹത്തെ കെട്ടി നിർത്തിയിട്ടുള്ള വടം പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏതാണ്ട് പൊട്ടിപ്പോയിക്കൊണ്ട് 100 മീറ്റർ അകലെ വരെ അദ്ദേഹം ഒഴുകി പോവുകയും തുടർന്ന് നേവി അവരുടെ ഡിങ്കി ബോട്ടുകളിൽ അദ്ദേഹത്തെ തിരിച്ച് കരയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ ഇന്നലെ നേവി അക്ഷരാർത്ഥത്തിൽ രക്ഷിക്കുകയായിരുന്നു എന്ന് വേണം പറയാം. അദ്ദേഹം ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹവും ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും
അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്പോട്ടിൽ, അതായത് ഈ 3ന്റെയും 4ന്റെയും സ്പോട്ടിനിടയിൽ, പ്രത്യേകിച്ച് 3ാം സ്പോട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ സ്പോട്ടിനിടയിൽ ഈ ലോറി പൂണ്ട് കിടക്കുന്ന ചെളിക്ക് മുകളിലായോ അടിയിലായോ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ചില്ലകൾ അതായത് ശാഖകൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ചെളിയും ധാരാളം മൂടിക്കിടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന് ഏതാണ്ട് കാണാൻ പറ്റുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൃശ്യപരത അവിടെ വളരെ കുറവാണ്. അതായത് ഈ കുത്തൊഴുക്ക് വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഈ കലങ്ങി മറഞ്ഞുകൊണ്ടാണ് വെള്ളം പോകുന്നത്. അതുകൊണ്ട് സാധാരണ നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ആ ഒരു പ്രദേശമുള്ളത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഈ 2 കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ സിലിണ്ടറിനെ അടക്കം കേബിളുകൾ ഇത്തരത്തിൽ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ഈ ശാഖകളോ മറ്റോ തട്ടിക്കൊണ്ട് പൊട്ടാനുള്ള ഒരു സാധ്യത പോലും ഉണ്ട്. അതായത് അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന്, രക്ഷാദൗത്യത്തിന് ഇറങ്ങേണ്ട ആളുകൾക്ക് പോലും ജീവന അപകടം സംഭവിക്കുന്ന സാധ്യതകളാണ് കൂടുതൽ എന്ന് നമ്മൾ വേണ്ടി പറയാൻ. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശാഖകൾ വെട്ടി മാറ്റിക്കൊണ്ട് ഈ ചെളി, അതായത് ഈ ലോറിയെ മൂടിക്കിടക്കുന്ന ചെളി മാറ്റിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, കാലാവസ്ഥ ഇന്നും ഏതാണ്ട് അനുകൂലമാണെന്ന് വേണം പറയാം. കഴിഞ്ഞ 2 ദിവസമായും കാലാവസ്ഥ വളരെ അനുകൂലം തന്നെയാണ്. മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ പുഴയിലെ കൊത്തൊഴുക്ക് യാതൊരു കാരണവശാലും കുറയുന്ന ഒരു സാഹചര്യമില്ല. ഇന്നെന്തായാലും ഈ ഡക്ക് ബോട്ടുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. ഫ്ലോട്ടുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ 2 സംവിധാനങ്ങളുടെയും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഈ ഒഴുക്കിൽ സാധാരണ ഡിങ്കി ബോട്ടുകൾക്കോ മറ്റ് ബോട്ടുകൾക്കോ 50 SV താഴെയുള്ള ബോട്ടുകൾക്കോ ആ ഒഴുക്കിനെ പ്രതിരോധിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2 അത്യാധുനിക യന്ത്ര ബോട്ടുകൾ വരുന്നതോടുകൂടി തന്നെ നങ്കൂരമിട്ടുകൊണ്ട് ആ ഒഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ഈ 3ഉം 4ഉം സ്പോട്ടിനുള്ള ആ ഒരു പ്രദേശത്ത് ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം അവിടെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. എന്തായാലും ഏതാണ്ട് 9 മണിയോട് കൂടി തന്നെ ഈശ്വർ മാൽപ്പയും സംഘവും അവിടേക്ക് എത്തിച്ചേരുകയും സൈന്യം സർവ്വസജ്ജമായി ഇപ്പോഴും അവിടേക്ക് വന്ന് ലോറി ഓരോ വഴി, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന് ഏതാണ്ട് 2 മീറ്റർ മാത്രം 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്താണ്. ഇവിടെ വരെയാണ് മീഡിയയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള അനുമതി ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ അങ്ങോട്ട് കടത്തിവിടുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും 9 മണിയോട് കൂടി തന്നെ ഈശ്വർ മാൽപ്പയും ഒരു സംഘം, മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, നാവികസേനയുടെ സംഘം, കരസേനയുടെ സംഘം, SDRF NDRF സംഘങ്ങൾ, അഗ്നിശമന സേനാംഗങ്ങൾ, ഇവരെല്ലാവരും കൃത്യമായിട്ടുള്ള സജ്ജമാണ്. എല്ലാം കൂടിയിട്ടുള്ള ഒരു സംയുക്ത തിരച്ചിൽ വീണ്ടും 9 മണിയോട് കൂടി തന്നെ ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഏറ്റവും പ്രാധാന്യം, ഈ തിരച്ചിലിനെല്ലാം ഏറ്റവും പ്രാധാന്യം നൽകുന്നതും ആദ്യഘട്ടത്തിൽ പോലെ തന്നെ അർജുൻ ആ ടാങ്കറിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിന് തന്നെയാണ്. അത് ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ് ആദ്യഘട്ടം. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറയുമ്പോൾ ഈ പുഴയുടെ കുത്തൊഴുക്ക് ഇതിനൊന്നും ഇതിനെല്ലാം തടസ്സമായി നിൽക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്നും അത്തരത്തിൽ കുത്തൊഴുക്ക് കുറയുന്നില്ലെങ്കിൽ അത് എത്രത്തോളം ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം പ്രദീപ് പക്ഷെ അവിടെ അവശേഷിക്കുന്നുണ്ട്.